നിങ്ങൾ എപ്പോഴെങ്കിലും മലയാറ്റൂർക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്ന് കണ്ടിട്ട് പോകാവുന്ന ഒരു അക്വാഡക്റ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മണപ്പാട്ടുചിറ അടിവാരത്തു നിന്ന് മലയാറ്റൂർ മലയിലേക്കുള്ള വഴിയെ അല്പദൂരം മുകളിലേക്ക് പോകുമ്പോൾ റോഡിന് കുറുകെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. വലതുവശത്തേക്കുള്ള കനാൽ റോഡിലൂടെ 200 മീറ്റർ ദൂരമേ ഉള്ളൂ ഈ അക്വാഡക്റ്റിലേക്ക്. ഇരുവശവും കാടാണ്. കനാലിൻ്റെ കരയിലൂടെയുള്ള റോഡിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകാൻ നല്ല രസം. കാറിൽ വരുന്നവർ ഇവിടെ പാർക്ക് ചെയ്യുക. എൻട്രൻസ് ഇങ്ങനെയാണ്. ചില നാട്ടുകാരൊക്കെ സ്കൂട്ടർ കടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടു. നമുക്കേതായാലും നടന്നു പോയി കാണാം. വലിയൊരു അക്വാഡക്റ്റാണ്. നമ്മൾ ഈ നടക്കുന്നതിനടിയിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇരുവശങ്ങളിലും പഴയ പാറമടകൾ കാണാം. ഇതിനടിയിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. നമ്മൾ അങ്ങേയറ്റത്ത് ചെന്നിറങ്ങി ആ റോഡിലൂടെയാണ് മടങ്ങി വരുന്നത്. ആ റോഡിൽ നിന്നുള്ള അക്വാഡക്റ്റിന്റെ കാഴ്ച ഇതാണ്. നമ്മൾ അങ്ങേയറ്റത്ത് എത്തി. ഈ ഭാഗമാണ് കൂടുതൽ മനോഹരം. ഇതിനടിയിലൂടെ മറ്റൊരു ചെറിയ കനാലിലേക്ക് വെള്ളം തുറന്നു വിടുന്ന ഒരു സ്പിൽവേ കാണുന്നുണ്ട്. തിരികെ വരുമ്പോൾ നമുക്കതിലെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കണം. കനാലിന്റെ തീരത്തുകൂടിയുള്ള ഈ നടപ്പും ചുറ്റുമുള്ള വനപ്രദേശങ്ങളും അവിടെയുള്ള കിളികളുടെ കലപില ശബ്ദങ്ങളുമെല്ലാം ചേർന്ന് ഒരു ഗംഭീരൻ ആംബിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. പ്രകൃതിയിലെ ഏകാന്തതയും വനസൗന്ദര്യവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഇത്. ഇനി നമുക്ക് മുൻപ് പറഞ്ഞ ചെറിയ കനാലിലേക്കുള്ള ചീപ്പ് സംവിധാനം ഒന്ന് കാണാം. അക്വാഡക്റ്റിനരികിൽ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനടിയിലൂടെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മൾ നടന്നു വന്ന റോഡായി. അക്വാഡക്റ്റിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന വെള്ളമാണ് ഈ ഒഴുകുന്നത്. മുകളിൽ നിന്ന് കണ്ട വഴി. ഈ വഴിയെ നടന്ന് ഇനി അക്വാഡക്റ്റിൻ്റെ എൻട്രൻസിലെത്തണം. അവിടെയാണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. ഈ പരിസരത്തൊക്കെ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. കുടുംബസമേതമൊക്കെ വരാൻ സുരക്ഷിതമാണ്. എന്നാൽ വനത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കരുത്.
ദൂരെ കാണുന്നത് മലയാറ്റൂർ മലയാണ്. അക്വാഡക്റ്റിന് മുകളിൽ നിന്ന് കണ്ട പാറമടകളിൽ ഒന്നാണ് ഇത്. വീണ്ടും മുകളിലെത്തി. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നോക്കുക. ഇവിടെ ഇങ്ങനെയൊരു സംഗതി കൂടിയുണ്ട്. ഈ ഭാഗത്ത് കനാലിൻ്റെ ഭിത്തിക്ക് മണ്ണിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതിനാൽ കുറുകെ ബീമുകൾ വാർത്തിരിക്കുന്നതാണ്. റെയിൽപാളം പോലെ തോന്നും. മലയാറ്റൂർ വരുന്നവർ തീർച്ചയായും ഇവിടം വന്ന് കാണുക. കനാലിൽ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും ശ്രമിക്കരുത്. വെഡ്ഡിംഗ് ഷൂട്ടുകളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായാണ് മലയാറ്റൂർ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ മണപ്പാട്ടുചിറയിലേക്ക് കാർണിവൽ കാണാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.